കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഭഗവാൻ പ്രഭാവം എന്നറിയാം. എല്ലാ ഭഗവാന്മാർക്കും ഇഷ്ടമുള്ളൊരു, എല്ലാ വ്യക്തികൾക്കും പൊതുവെ ഇഷ്ടമുള്ളൊരു ഭഗവാനാണ് ഗണപതി ഭഗവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഗണപതി ഭഗവാൻ ഇഷ്ടമുള്ളത് ആരെങ്കിലും ഉണ്ടോ? ആരും തന്നെ കാണത്തില്ലേ. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയാണ് ഗണപതി ഭഗവാൻ. ഗണപതി ഭഗവാനെ പ്രസാദിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഗണപതി ഹോമം എത്ര ചുരുങ്ങിയ രീതിയിൽ ഒന്നുമില്ലാത്തവർക്ക് ഒരു കഷ്ണം തേങ്ങാപ്പൂൾ വെച്ചും ഒരു സ്പൂൺ പഞ്ചസാര വെച്ചും ഒരു ചെറിയ സ്പൂൺ നെല്ല് വെച്ച് അങ്ങനെ എന്തോ ഉള്ള ദ്രവ്യം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കർമ്മമാണ് ഗണപതി ഹോമം, അല്ലെങ്കിൽ ഗണപതി ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താനുള്ള, അല്ലെങ്കിൽ ഗണപതി ഭഗവാൻ അനുഗ്രഹം കിട്ടാനുള്ളൊരു കാര്യം. ഒരു കേരളത്തിലെ അതിപ്രശസ്തനായിട്ടുള്ള മരിച്ചുപോയത് ഒരു മാന്ത്രികൻ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. ഒരു കഥയാണ് പറഞ്ഞത്. അതായത് തെക്ക് ദേശത്ത് ഒരു ഇല്ലത്ത് അദ്ദേഹം പഴയകാലത്ത് ഈ പറഞ്ഞ ബസ്സും കാറും ഒന്നുമില്ല, എവിടെയോ ഒരു കർമ്മത്തിന് പോയിട്ട് വന്ന സമയത്ത് ഒരു വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഒന്നുമില്ല. ആ വീട് അന്യം നിന്ന് പോകുന്ന അവസ്ഥയാണ്. ഭർത്താവ് മരിച്ചുപോയി, കുട്ടികളൊന്നും ഇല്ല, ഒരു സ്ത്രീ മാത്രമാണ് അവിടെ ഉള്ളത്. നാട്ടുകാരുടെയൊക്കെ ഭയങ്കര ഉപദ്രവങ്ങളുണ്ട്. ഇവർ അയ്യത്ത് വീഴുന്നതൊക്കെ നാട്ടുകാരെടുത്തുകൊണ്ട് പോവുക. ഇങ്ങനെ ഒരു സ്ത്രീ മാത്രം ജീവിക്കുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്, ആ ബുദ്ധിമുട്ടുകളെല്ലാം ഒരു ബ്രാഹ്മണ സ്ത്രീ അവർ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദാരിദ്ര്യം അതികഠിനം, ഭയങ്കര ദാരിദ്ര്യമാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇവിടെ തേങ്ങ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. പതിവായിട്ട് ഓരോ പൂളെങ്കിലും തേങ്ങ പഞ്ചസാരയിലോ ശർക്കരയിലോ കലർത്തിയിട്ട് ഓരോ പൂള് തേങ്ങ മതി നിങ്ങൾ പതിവായിട്ട് ഹോമിക്കുക. വേറെ ഹോമമുണ്ടോ ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ അടുപ്പ് കത്തിക്കുന്നുണ്ടെങ്കിൽ അടുപ്പിനകത്ത് ഇട്ടാൽ മതി. അങ്ങനെ ആ അമ്മ ഇട്ടതായിട്ടും പിന്നെ അടുത്ത വർഷം അദ്ദേഹം തന്നെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വിഭവസമൃദ്ധമായ സദ്യ കൊടുത്തതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഇപ്പം ഗണപതി ഹോമത്തിന് അത്രയും പ്രാധാന്യം ഉണ്ടെന്നുള്ള ഒരു വർഷം അവരത് ചെയ്തപ്പോഴത്തേക്കും അവരുടെ സകലവിധ വിഷയങ്ങളും മാറി. അവർക്ക് രണ്ടാമതൊരു വിവാഹം നടന്നു. അവർക്ക് ആ രണ്ടാമദ്ദേഹം ജനത്തെ ഒരു ഗർഭിണിയായിരുന്നു. അപ്പം എത്ര നാൾ കൊണ്ട് അവർക്ക് അതിന് ഗുണം ഉണ്ടായെന്ന് നോക്കി. അവർ സമ്പൽ സമൃദ്ധിയായി, ഇഷ്ടം പോലെ സാമ്പത്തികമായി, ഇഷ്ടം പോലെ വല്യക്കാരായി, ഇവർക്ക് വസ്തുക്കളൊക്കെ അടച്ചുറപ്പായി. നോക്കിയെടുക്കാൻ ഒരാൾ വന്ന് കിട്ടി. അത് ഏറ്റവും വലിയ തുണ കിട്ടി അവർക്ക്. അപ്പം അത്രത്തോളം ഗണപതി ഭഗവാൻ അനുഗ്രഹം കിട്ടിയ കാര്യങ്ങൾ റെഡി ആവുമെന്നുള്ളതാണ് പെട്ടെന്ന് ഭഗവാൻ പ്രസാദിക്കുന്നത്. അപ്പം നമുക്കിവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വിഷയം അത് തന്നെയാണ്. ഗണപതി പൂജയും അത്ഭുത ഫലസിദ്ധികൾ. ഗണപതി ഭഗവാന്റെ ഒരുപാട് ഭാവങ്ങളുണ്ട്. അപ്പം നമുക്ക് കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ, ക്ഷേത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഗണപതി ഭാവങ്ങൾ ഉദ്ദേശിച്ച് നോക്കുകയാണെങ്കിൽ, കേരളത്തിന് പുറത്തോട്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലോട്ട് വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഗണേശിനി ഭാവം, ഗണപതിയുടെ സ്ത്രീ രൂപം നമുക്ക് കാണാം. ഗണപതി പുരാണത്തിനകത്തൊക്കെ പറ്റി പറയുന്നുണ്ട്. ഗണപതിയുടെ ഒരുപാട് ഭാവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഭാവങ്ങളെക്കുറിച്ച്, ആ ഭാവത്തിലുള്ള ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണഗണങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ബാലഗണപതി ഭാവമുണ്ട്. ബാലഗണപതി ഭാവത്തിൽ ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ആഗ്രഹവും സാധിച്ചെടുക്കാൻ പറ്റും. രണ്ടാമത് തരുണ ഗണപതി എന്ന് പറഞ്ഞ ഭാവമുണ്ട്. രോഗശാന്തി, വശ്യമൊക്കെയാണ് അതിന് പറയുന്നത്. ഭക്തഗണപതിയുണ്ട്. ഉപാസനയ്ക്കും മോക്ഷത്തിനും ഒക്കെയാണ് ഭക്തഗണപതി ഭാവം. വീരഗണപതിയുണ്ട്. ശത്രുപീഠക്കെതിരെയാണ് വീരഗണപതിയായിട്ട് പൂജിക്കുന്നത്. ശക്തി ഗണപതിയുണ്ട്. അതുപോലെ സർവാഭിഷ്ട സിദ്ധിക്കായിട്ട് ഭയം അകലുന്നതിനൊക്കെ ആയിട്ടാണ് ശക്തി ഗണപതി എടുക്കുന്നത്. ദ്വിജഗണപതിയുണ്ട്. വിജ്ഞാനത്തിന്, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിജയം ലഭിക്കുന്നതിനൊക്കെയാണ് ദ്വിജഗണപതി. പിന്നെ സിദ്ധി ഗണപതിയുണ്ട്. മോക്ഷം, പെട്ടെന്ന് മന്ത്രസിദ്ധി ഉണ്ടാവാൻ, കർമ്മികളായാലും ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലപുഷ്ടി ഉണ്ടാവാൻ, ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ ഒക്കെയാണ് സിദ്ധി ഗണപതി. അല്ലെ ഉജ്ജിഷ്ട ഗണപതിയുണ്ട്. വസ്തുവകകളുടെ ക്രയവിക്രയം, വ്യവഹാരം, ബിസിനസ് എന്നിവയിൽ വിജയം ഉണ്ടാവാനൊക്കെ ആയിട്ടാണ് ഉജ്ജിഷ്ട ഗണപതി. അതുപോലെ വിഘ്നഗണപതിയുണ്ട്. വിഘ്നഗണപതിയെ പൂജിച്ചു കഴിഞ്ഞാൽ ശത്രുവിൽ നിന്ന് രക്ഷയും പ്രവർത്തന വിജയമൊക്കെയാണ് പറയപ്പെടുന്നത്. ക്ഷിപ്രഗണപതിയുണ്ട്. നിത്യപൂജയ്ക്കും ഐശ്വര്യത്തിനും ഒക്കെ ആയിട്ട് നിത്യഗണപതിയെ നമുക്ക് ക്ഷിപ്രഗണപതിയെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ലക്ഷ്മി വിനായകനുണ്ട്. സർവ്വ ഐശ്വര്യങ്ങളാണ് പറയപ്പെടുന്നത്. ഏക ദന്തഗണപതിയുണ്ട്.
അത് 2 ദന്ത ഗണപതിയുണ്ട്. മഹാഗണപതി ഭാവത്തിലൊക്കെയാണ് അദ്ദേഹത്തിനെ പൂജിക്കുന്നത്. അദ്ദേഹത്തിനെ പൂജിക്കുന്നത് സർവ്വ അഭിഷ്ടസിദ്ധിയും വിജയവും ഒക്കെയാണ് പറയപ്പെടുന്നത്. ഏകാക്ഷര ഗണപതിയുണ്ട്, സർവാഭിഷ്ടസിദ്ധിയും വശ്യവും ഒക്കെയാണ് ഇത് പറയുന്നത്. വരഗണപതിയുണ്ട്, ഐശ്വര്യം ലഭിക്കുന്നതിനാണ് പറയുന്നത്. ക്ഷിപ്രപ്രസാദ ഗണപതിയുണ്ട്, പെട്ടെന്ന് സാധിക്കേണ്ട കാര്യങ്ങൾ, പെട്ടെന്ന് സാധിച്ചെടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷിപ്രപ്രസാദ ഗണപതിയെ പ്രസാദിപ്പിച്ചാൽ മതിയാവും. ഹരീന്ദ്ര ഗണപതിയുണ്ട്, ഹരീന്ദ്ര ഗണപതി പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ നിത്യപൂജയ്ക്കും സ്ത്രീകൾക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം സിദ്ധിക്കുന്നതാണ് ഹരീന്ദ്ര ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹേരംബ ഗണപതിയുണ്ട്, വിഷമമേറിയ കാര്യങ്ങൾ വിജയിക്കുന്നതിനാണ് ഹേരംബ ഗണപതി. ഒരു ധുന്തി ഗണപതി എന്ന് പറഞ്ഞൊരു ഭാവമുണ്ട്. ധുന്തി ഗണപതിക്ക് സർവാപേക്ഷ സിദ്ധി പറയപ്പെടുന്നുണ്ട്. അതുപോലെ കാശിയിലെ ഗണപതിയാണ്. കാശിയിലെ ഗണപതി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സർവാപേക്ഷ സിദ്ധിയും സൗഖ്യമാണ് പറയപ്പെടുന്നത്. ത്രിമുഖ ഗണപതിയുണ്ട്, ഐശ്വര്യമാണ്. 3 മുഖമുള്ള ഗണപതിയെ പൂജിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നത്. യോഗ ഗണപതിയുണ്ട്, യോഗ ഗണപതി പ്രാർത്ഥിച്ച് മോക്ഷം പറയുന്നുണ്ട്. യോഗജ്ഞാനം, കൂടുതൽ അറിവുകൾ ലഭിക്കാൻ ഒക്കെ ഏറ്റവും നല്ലതായിട്ടാണ് യോഗ ഗണപതി. സങ്കടഹര ഗണപതിയുണ്ട്, എല്ലാ വിഷമഘട്ടങ്ങൾ തീർക്കുന്നതിന് സങ്കടഹര ഗണപതി നല്ലതാണ്. അതുപോലെ വിജയ ഗണപതിയുണ്ട്, വൈഷമ്യമുള്ള ഘട്ടങ്ങൾ രക്ഷ നേടുന്നതിനായിട്ട് ഒരു മാർഗം തെളിയുന്നതിനൊക്കെ സഹായിക്കും. അല്ല ഋണമോചന ഗണപതിയുണ്ട്, കടങ്ങളൊക്കെ മാറുന്നതിന് കടബാധ്യത മോചനമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദ്ദണ്ഡ ഗണപതിയുണ്ട്, വലിയ ഉത്തരവാദിത്തങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ നിറവേറ്റിയെടുക്കുന്നത്, പെട്ടെന്ന് ആ ഉത്തരവാദിത്തം സാധിച്ചെടുക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. ഒരു സൃഷ്ടി ഗണപതിയുണ്ട്, ദാമ്പത്യ സുഖവും സന്താന ദുഃഖം മാറാനൊക്കെ ആയിട്ടാണ് സൃഷ്ടി ഗണപതിയെ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ദുർഗാ ഗണപതിയുണ്ട്, ശത്രുക്കളിൽ നിന്ന് രക്ഷയാണ് ദുർഗാ ഗണപതിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഊർധ്വ ഗണപതിയുണ്ട്, ദാമ്പത്യ സൗഖ്യമാണ് പറയപ്പെടുന്നത്. ദ്വിമുഖ ഗണപതിയുണ്ട്, 2 മുഖമുള്ള ഗണപതിയുണ്ട്, വശ്യമാണ് പറയപ്പെടുന്നത്. അല്ല നൃത്ത ഗണപതിയുണ്ട്, പെട്ടെന്ന് നടക്കേണ്ടുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ നൃത്ത ഗണപതി നല്ലതാണ്. അതുപോലെ ത്രക്ഷര ഗണപതിയുണ്ട്, വൈഷമ്യങ്ങൾ ഒഴിവായിട്ടാണ് ത്രക്ഷര ഗണപതിയെ പറയപ്പെടുന്നത്. അതുപോലെ ഏകാന്ത ഗണപതിയുണ്ട്, സർവാപേക്ഷ സിദ്ധിയും മോക്ഷമാണ് ഏകാന്ത ഗണപതിയെ കൊണ്ട് പറയപ്പെടുന്നത്. അല്ലെ സിംഹഗണപതിയുണ്ട്, പ്രധാന സിദ്ധിക്കായിട്ടാണ് സിംഹഗണപതിയെ പ്രാർത്ഥിക്കുന്നത്. ഒരു 5 മുഖമുള്ള പഞ്ചമുഖ ഗണപതിയുണ്ട്, ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാവുക എന്നുള്ളതാണ് ഈ 5 മുഖങ്ങളുള്ള ഗണപതിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇത്രയും ഗണപതി ഭാവങ്ങളെ കുറിച്ച് അറിഞ്ഞു. ഇവരെ നമുക്ക് ഈ ഭാവങ്ങൾ, നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ഈ ഗണപതിയുടെ ഓരോ ഭാവങ്ങൾ ഉള്ള മന്ത്രങ്ങൾ നല്ല ഒരു ആചാര്യനിൽ നിന്നും ഉപദേശമായിട്ട് വാങ്ങിച്ച് അത് മന്ത്രസിദ്ധിയായിട്ട് ജപിക്കുന്നത് നല്ലതായിരിക്കും. ഞങ്ങളെ മന്ത്രസിദ്ധി അങ്ങനെയുള്ള ഉപാസനയ്ക്ക് താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ഈ ദേവതാഭാവങ്ങളിലുള്ള ഗണപതി ഹോമം അല്ലെങ്കിൽ ഗണപതി പൂജയൊക്കെ ഇത്ര ദിവസം നമ്മുടെ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഗണപതി ഭഗവാൻ അനുഗ്രഹിച്ച് സാധിച്ചെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.